ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് നമ്മുടെ സിലബസിലുള്ള JPHN സിലബസിൽ ഫെബ്രുവരി 23 ഉള്ള എക്സാമിനുള്ള ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അത് കോമൺ ആയിട്ടുള്ള പാരാമെഡിക്കൽ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആണ് ഈ വീഡിയോ. അതുപോലെ പാരാമെഡിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഏത് എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ന്യൂട്രീഷന്റെ ഫാദർ ഓഫ് ന്യൂട്രീഷൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ആന്റണി ലാവോസിയർ ആണ്. സോ ഹൂ ഈസ് ദ ഫാദർ ഓഫ് ന്യൂട്രീഷൻ? ആന്റണി ലാവോസിയർ ഈസ് ദ ഫാദർ ഓഫ് ന്യൂട്രീഷൻ. അതുപോലെ ഫാദർ ഓഫ് വിറ്റാമിന്റെ ഫാദർ ആരാന്ന് ചോദിക്കാം. വിറ്റാമിന്റെ ഫാദർ കാസിമിർ ഫങ്ക്. So, who is the father of vitamin? Casimir Funk is the father of vitamin. Casimir Funk. അതുപോലെ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ന്യൂട്രീഷ്യസ് എന്ന വേർഡ് വന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കാം. ടു ചെറിഷ് ഓർ നൗറിഷ്. ടു ചെറിഷ് അല്ലെങ്കിൽ നൗറിഷ് എന്നുള്ളതാണ് ന്യൂട്രീഷ്യസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം. ടു ചെറിഷ് ഓർ നൗറിഷ്. That is the meaning of nutritious. Science of food and its relation to health. Science of food and its relation to health. അപ്പോൾ നമുക്ക് 6 മേജർ ന്യൂട്രിയൻസ് ഉണ്ട്. എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ 6 മേജർ ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വാട്ടർ ഡിസോൾവ്സ് ആൻഡ് ക്യാരീസ് ന്യൂട്രിയൻസ്. എല്ലാത്തിനെയും നമുക്ക് ഫംഗ്ഷൻ ഡിസോൾവ് ചെയ്യാൻ, ലയിപ്പിക്കാൻ വേണ്ടി വാട്ടർ ആവശ്യമാണ് അല്ലേ. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യാനും ആൻഡ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലുള്ള താപനില റെഗുലേറ്റ് ചെയ്യാനും വാട്ടർ വളരെ അത്യാവശ്യമാണ്. ദെൻ പ്രോട്ടീൻ ബിൽഡ് ന്യൂ ടിഷ്യൂസ്. നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു, ഇഞ്ചുറി വന്നു, അപ്പോൾ ആ ടിഷ്യൂസ് ഒക്കെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. സോ പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ശരീരത്തിൽ 20% ഉണ്ട്. കോമ്പണൻസ് ഓഫ് കാർബൺ പ്ലസ് ഹൈഡ്രജൻ പ്ലസ് നൈട്രജൻ അതുപോലെ ഓക്സിജൻ ആൻഡ് സൾഫർ, ഇത്രയും കൂടി ചേർന്നാണ് പ്രോട്ടീൻ. സോ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് സൾഫർ കൂടി ചേർന്നാണ് പ്രോട്ടീൻ. ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ് ആണ് ആന്റിബോഡീസ്, എൻസൈം, ഹോർമോൺസ് ആൻഡ് അതർ കോമ്പൗണ്ട്സ്. ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ്സ് എനർജി, ഫാറ്റ് പ്രൊവൈഡ്സ് ലോങ് ടൈം എനർജി, ഇൻസുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. വിറ്റാമിൻസ് ഫെസിലിറ്റേറ്റ് യൂസ് അതർ ന്യൂട്രിയൻസ് ഇൻവോൾവ്ഡ് റെഗുലേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് മാനുഫാക്ചറിംഗ് ഹോർമോൺസ്. മിനറൽ ഹെൽപ്സ് ബിൽഡ് ബോൺസ് ആൻഡ് ടീത്ത്, എയ്ഡ്സ് ഇൻ മസിൽ ഫംഗ്ഷൻ ആൻഡ് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം പ്രോട്ടീൻസിനെ പറ്റി നോക്കാം. പ്രോട്ടീൻസ് ഞാൻ പറഞ്ഞിരുന്നു, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ, സൾഫർ കൂടി ചേർന്ന്, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, CHNOS. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് സൾഫർ കൂടി ചേർന്നാണ് പ്രോട്ടീൻ. അപ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ എത്ര കലോറി എനർജി നമുക്ക് തരുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 4 കിലോ കലോറിയാണ്. സോ 1 ഗ്രാം പ്രോട്ടീൻ 4 കിലോ കലോറി എനർജി നൽകുന്നു. സോ വിച്ച് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ചോദിക്കാം. അമിനോ ആസിഡ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. Amino acid is the building block of protein. So protein metabolism ആണ് യൂറിയ ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ മെറ്റബോളിസം ആണ് യൂറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലൂടെ യൂറിനിലൂടെ യൂറിയ കൂടുതൽ പോകേണ്ടി വരും. സോ പ്രോട്ടീൻ മെറ്റബോളിസം ക്രിയേറ്റ്സ് യൂറിയ. നമ്മുടെ ശരീരത്തിൽ 24 അമിനോ ആസിഡ് ഉണ്ട്, 24 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനകത്ത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. 24 അമിനോ ആസിഡ്സിലുള്ളത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ലിവറിൽ നിന്ന് സിന്തസൈസ് ചെയ്യാത്ത അമിനോ ആസിഡ്സ് ആണ് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, നോട്ട് സിന്തസൈസ്ഡ് ഫ്രം ദ ലിവർ. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം. ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റിഡിൻ, വാലിൻ. സോ ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റിഡിൻ, വാലിൻ ആൻഡ് ഫിനൈലലനിൻ, ഐസോലൂസിൻ, ലൂസിൻ ആൻഡ് ലൈസിൻ, മെത്തിയോണൈൻ ആൻഡ് ത്രിയോണൈൻ.
ഇത്രയും 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റിഡിൻ, വാലിൻ, ഫിനിൽ അലനിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ ആൻഡ് ട്രിയോണിൻ. ഇത്രയും 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ 1 gram പ്രോട്ടീൻ പ്രൊവൈഡ്സ് 4 കിലോ കലോറി എനർജി. ഇനി നമുക്ക് അറിയേണ്ടത് പ്രോട്ടീന് റിക്വയർമെന്റ്. നമുക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ റിക്വയർമെന്റ് ആവശ്യമാണ്, നമുക്ക് ആവശ്യം എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ ശ്രദ്ധിക്കുക, ഒരു ദിവസം നമുക്ക് പ്രോട്ടീൻ എത്ര ആവശ്യമുണ്ടെന്ന് ചോദിക്കാം. 60 gram ആണ്. 60 gram ആവറേജ് നമുക്ക് പ്രോട്ടീന് ഒരാൾക്ക് ആവശ്യമുള്ളത് ഒരു ദിവസം 60 gram ആണ്. അതായത് 60 കിലോ ഉള്ള ഒരാൾക്ക് 60 gram ആണ്. അപ്പം 1 gram എത്ര ആവശ്യമാണ് പ്രോട്ടീൻ ഓപ്ഷൻ കാണാം. 70, 60 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 എഴുതാം. അതായത് 1 gram per kilogram per body weight ആണ്. 1 gram per kilogram per body weight ആണ് പ്രോട്ടീൻ നമുക്ക് ആവശ്യം. സോ ഒരു ഡെയിലി നമുക്ക് നോക്കുകയാണെങ്കിൽ 60 to 80 ആണ്. 60 to 80 ആണ് നമുക്ക് വേണ്ടത്. ആവറേജ് 60 എന്ന് പറയാം. 60 കേട്ടോ. ഇനി ലാക്ടേഷൻ, മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലോ, ലാക്ടേറ്റിംഗ് മദർ, മുലയൂട്ടുന്ന അമ്മമാർക്ക് 15 gram എക്സ്ട്രാ വേണം. 60 plus 15 gram എക്സ്ട്രാ വേണം. അങ്ങനെ 75 വേണം. ഓക്കെ, സോറി, പ്രഗ്നൻ്റ് ആണ് കേട്ടോ. പ്രഗ്നൻസിയിലാണ് 75. പ്രഗ്നൻസിയിലാണ് 75 വേണ്ടത്. ശ്രദ്ധിക്കുക, പ്രഗ്നൻസിയിൽ 75 വേണം. ലാക്ടേഷനിൽ എത്രയാണ്? ലാക്ടേഷനിൽ 60 plus 25 gram എക്സ്ട്രാ 85 gram ആണ് വേണ്ടത് ടോട്ടൽ. അപ്പോൾ പ്രഗ്നൻസിയിൽ എക്സ്ട്രാ 15 gram വേണം. ലാക്ടേഷൻ, മുലയൂട്ടുന്ന അമ്മമാർക്ക് എക്സ്ട്രാ 25 gram വേണം. അങ്ങനെ 85. അപ്പോൾ ഒരു സാധാ മനുഷ്യന് 60 ആണ് വേണ്ടത്. ഇപ്പം ന്യൂ ബോൺ ആൻഡ് ഇൻഫൻസിൽ, കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ 2 gram. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 gram ആണ്. ന്യൂ ബോൺ ഓർ ഇൻഫൻസ് 2 gram. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. മെയിനായിട്ട് ഈ പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമുക്ക് ഈ പ്രോട്ടീൻ കിട്ടുന്നത്? എഗ്ഗാണ്. മെയിനായിട്ട് എഗ്ഗാണ് കേട്ടോ, മുട്ടയിൽ നിന്നാണ്. ബെസ്റ്റ് പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ എഗ്ഗാണ് ബെസ്റ്റ് പ്രോട്ടീൻ. അത് റെഫറൻസ് പ്രോട്ടീൻ എന്നും പറയുന്നുണ്ട്. റെഫറൻസ് പ്രോട്ടീൻ. സോ റെഫറൻസ് പ്രോട്ടീൻ ഈസ് എഗ്ഗ്. അതുപോലെ ഫിഷ്, ചിക്കൻ, മീറ്റ്, മിൽക്ക്, ചീസ്. സോ ചീസ്, ഫിഷ്, മീറ്റ്, അതിനകത്ത് ചിക്കൻ ഒക്കെ ഉള്ളത് പ്രോട്ടീൻ ധാരാളം ഉണ്ട്. പെട്ടെന്ന് ദഹിക്കും, ഹൈ ഡൈജസ്റ്റിബിലിറ്റി ഉണ്ട്. അതുപോലെ ബയോളജിക്കൽ വാല്യൂവും കൂടുതലാണ്. ബയോളജിക്കൽ വാല്യൂ കൂടുതലാണ്, ഹൈ ഡൈജസ്റ്റിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് സോഴ്സ് നിങ്ങൾ നോക്കണം, എഗ്ഗാണ്. അതുപോലെ ചീസ്, ഫിഷ്, മീറ്റ്, ചിക്കൻ. ഇനി വെജിറ്റബിൾ സോഴ്സ് ഉണ്ട്. വെജിറ്റബിൾ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് വെജിറ്റബിൾ കിട്ടുന്നത്? വെജിറ്റബിളിൽ നിന്ന് പൾസസ് നമുക്ക് അറിയാം, കടല പോലെയുള്ള ഐറ്റംസ്. അതുപോലെ സീരിയൽസ്, നട്ട്സ്, അതുപോലെ ബീൻസിലൊക്കെ വെജിറ്റബിൾ ധാരാളം ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കേട്ടോ. പിന്നെ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക. നമുക്കിപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് അധികം പ്രോട്ടീൻ ഫുഡ് കൊടുക്കരുത് കേട്ടോ. കിഡ്നിക്ക് അത് ശ്രദ്ധിക്കുക. ലിവർ, കിഡ്നി ഡാമേജ് ഉള്ളവർക്ക് പ്രോട്ടീൻ ഫുഡ് അധികം കൊടുക്കരുത്. കാരണം എന്താണ്? അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കൂടുതൽ വാട്ടർ എക്സ്ക്രീറ്റ് ആയി പോകും. ഇനി നമുക്ക് 2 അസുഖങ്ങളുടെ കാര്യം നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫാറ്റ് നോക്കാം. ഫാറ്റ്സ് നമുക്ക് ലിപ്പിഡ്സ് എന്ന് പറയാം. ഫാറ്റ് തന്നെയാണ് ലിപ്പിഡ്സ്. നമുക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി ഫാറ്റ് ആവശ്യമാണ്. അതുപോലെ നമുക്ക് കുഷ്യനായിട്ട്, നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് ഒരു കുഷ്യനായിട്ട്, ഇപ്പോൾ ലങ്സിന് ചുറ്റും ഫാറ്റ് കുറച്ചുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് ചുറ്റും ഫാറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? ഒരു കുഷ്യനായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തടിച്ച ആൾക്കാർക്ക്, ഫാറ്റുള്ള ആൾക്കാർക്ക് ഒരു കുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. ടെമ്പറേച്ചർ റെഗുലേഷൻ ആണ്. എനർജി സേവിങ് അല്ലെങ്കിൽ ഗിവിങ് ഫുഡാണ്. എനർജി ഗിവിങ് ഫുഡാണ് ഫാറ്റ്. ഇനി 1 gram ഫാറ്റ് എത്ര കലോറി എനർജി കൊടുക്കുന്നു? 9 കിലോ കലോറി. 1 gram ഫാറ്റ് 9 കിലോ കലോറി എനർജി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിൾ ലിപ്പിഡ് ഏതാണെന്ന് ചോദിക്കാം. ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് ഈസ് ദ സിമ്പിൾ ഫോം ഓഫ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ് ഏതാണെന്ന് ചോദിക്കാം. ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് ഈസ് ദ സിമ്പിൾ ഫോം ഓഫ് ലിപ്പിഡ്സ്. 1 gram ഫാറ്റ് ഗീവ്സ് 9 കിലോ കലോറി എനർജി. ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. മെയിനായിട്ട് 2 അസുഖങ്ങൾ നിങ്ങൾ ഓർക്കണം. കോഷിയോർക്കർ ആൻഡ് മരാസ്മസ് ചോദിക്കാറുണ്ട്. കോഷിയോർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണ് കോഷിയോർക്കർ വരുന്നത്. അതുപോലെ
പ്രോട്ടീനും കലോറിയും ഡെഫിഷ്യൻസി വരുന്നവർക്കാണ് മരാസ്മസ് വരുന്നത്. കണ്ടില്ലേ, ഈ പടം നോക്കുക, വയറുന്തിയിരിക്കും, പ്രൊട്രൂബൻ ബെല്ലി ആയിരിക്കും, ഇച്ചി റാഷ് ഉണ്ടാവും, സ്കെറോസിസ് ഉണ്ടാവും, സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ 6 months മുതൽ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കോഷിയോർക്കർ ഉണ്ടാകുന്നത്. ഈ പടം നിങ്ങളുടെ മനസ്സിൽ വരണം. കോഷിയോർക്കർ എഡിമ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, റിബ്സ് പ്രൊമിനൻ്റ് ആയിരിക്കില്ല, ലെതർജിക് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, പുവർ അപ്പിറ്റേറ്റ് ആണ്. പ്രോട്ടീൻസ് നന്നായിട്ട് കൊടുക്കണം കേട്ടോ കുഞ്ഞിന്. ഇനി മരാസ്മസ്, നമ്മൾ സോമാലിയയിലുള്ള കുഞ്ഞുങ്ങൾക്ക് മരാസ്മസ് ആണ്, കാരണം ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. കണ്ടില്ലേ, ബോൺസ് കാണാം, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് വിസിബിൾ ആണ്, കുറവാണ്, സ്കിന്ന് ലൂസ് ആയിരിക്കും, അപ്പോൾ പ്രോട്ടീനും കലോറിയും കുറവാണ്. അപ്പോൾ 1 വയസ്സിൽ കുറവുള്ള കുട്ടികൾക്കാണ് മരാസ്മസ് വരുന്നത്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ടാവില്ല, എഡിമ ഉണ്ടാവില്ല, ഫാറ്റി ലിവർ ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾ ഇറിറ്റബിൾ ആയിരിക്കും, ഒന്നും കഴിക്കാൻ കിട്ടാതെ പിന്നെ എന്ത് ചെയ്യും, ഇറിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കോഷിയോർക്കർ ആൻഡ് മരാസ്മസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ എന്നുള്ളത് LDL ആണ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഇസ് ദ ബാഡ് കൊളസ്ട്രോൾ. ഗുഡ് കൊളസ്ട്രോൾ എന്നുള്ളത് ഏതാണ്? ഗുഡ് കൊളസ്ട്രോൾ എന്നുള്ളത് HDL ആണ്. HDL ആണ് ഗുഡ് കൊളസ്ട്രോൾ ദാറ്റ് ഈസ് HDL. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു കോഷിയോർക്കർ, പ്രോട്ടീൻ ആൻഡ് എനർജി ഡെഫിഷ്യൻസി ലീഡ്സ് ടു, അല്ലെങ്കിൽ കലോറി ഡെഫിഷ്യൻസി ലീഡ്സ് ടു മരാസ്മസ്. നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. ഇനി റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഏതിലാണ് കൂടുതലുള്ളതെന്ന് ചോദിക്കാം. ഫാറ്റിലാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി, ഫാറ്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സ്റ്റോറേജ് ചെയ്യുന്നത് ശരീരത്തിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് ആയിട്ടാണ് ഫാറ്റ് ആയിട്ടാണ്. അടുത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. CHO എന്നറിയപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ, ആണ് കാർബോഹൈഡ്രേറ്റ്. മെയിനായിട്ട് നമുക്ക് എനർജി തരും. നമ്മൾ ചോറ് കഴിക്കുന്നതൊക്കെ, അരിഭക്ഷണമൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ്, അതുപോലെ ഗോതമ്പ്. ഇപ്പോൾ 1 gram കാർബോഹൈഡ്രേറ്റ്, 1 gram എത്രയാണ്? 4 കിലോ കലോറി എനർജിയാണ്. 4 കിലോ കലോറി എനർജിയാണ്. പ്രോട്ടീൻ എത്രയാണ്? 4 കിലോ കലോറിയാണ് അല്ലേ? ഫാറ്റ് എത്രയാണ്? 9 കിലോ കലോറിയാണ്, നമ്മൾ നോക്കിയായിരുന്നു. സോ കാർബോഹൈഡ്രേറ്റ് 4 കിലോ കലോറിയാണ്. ഇനി സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡൈജസ്റ്റബിൾ കോമ്പൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇൻഡൈജസ്റ്റബിൾ ഫോം ഏതാണ്? സെല്ലുലോസ് ആണ്. ഇൻഡൈജസ്റ്റബിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് സെല്ലുലോസ് ആണ്. നാരുകളാണ് സെല്ലുലോസ്, ദാറ്റ് ഈസ് നോട്ട് ഡൈജസ്റ്റബിൾ. ഇനി കാർബോഹൈഡ്രേറ്റ് നമുക്ക് രണ്ടായി തിരിക്കാം, മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സ്. കാർബോഹൈഡ്രേറ്റ് രണ്ടായി തിരിക്കാം, മോണോസാക്രൈറ്റ് ആൻഡ് ഡൈസാക്രൈറ്റ്. മോണോയിൽ എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. മോണോയിൽ എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഡൈസാക്രൈഡ്സിൽ എക്സാമ്പിൾസ് ആണ് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സുക്രോസ്. ഡൈസാക്രൈഡ്സിൽ എക്സാമ്പിൾസ് ആണ് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സുക്രോസ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക, എഴുതി വെക്കുക, വളരെ ശ്രദ്ധിക്കണം. അടുത്ത ഒന്നാണ് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണ് ആന്ത്രോപോമെട്രിക് മെഷർമെന്റ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? കോമൺ ആന്ത്രോപോമെട്രിക് മെഷർമെന്റ്സ് ഏതൊക്കെയാണ്? വെയിറ്റ്, ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, ഹെഡ് സർക്കംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് അസസ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ആണ് കോഷിയോർക്കർ ആൻഡ് മരാസ്മസ്. അതുപോലെ ആന്ത്രോപോമെട്രിക് മെഷർമെന്റ്സിൽ വരുന്നതാണ് വെയിറ്റ്, ഹൈറ്റ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, ഹെഡ് സർക്കംഫറൻസ് ആൻഡ് സ്കിൻ ഫോൾഡ് മെഷർമെന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കിൻ ഫോൾഡ്, മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, നമ്മുടെ കൈയുടെ മുട്ടിന്റെ മുകളിലായിട്ട് മിഡ് അപ്പർ ആം സർക്കംഫറൻസ്. സോ ദാറ്റ് ഈസ് ഇവിടെ കാണാം. റേഞ്ച് കളറ് പച്ചയാണെങ്കിൽ 12.5 സെന്റിമീറ്റർ മുകളിൽ ഗ്രീൻ ആണ്, നോർമൽ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു സെന്റിമീറ്ററിൽ 12.5 സെന്റിമീറ്ററിൽ മുകളിലാണെങ്കിൽ ഗ്രീൻ വരും, നോർമൽ ആണ്. 11.5 to 12.4 സെന്റിമീറ്റർ യെല്ലോ ആണ്, യെല്ലോ കളർ ആണ്. അതിന്റെ ഫുൾ ഫോം MAM എന്നുള്ളത് മോഡറേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. ലെസ് ദാൻ 11.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. അപ്പൊ സിവിയർ ആണ്. അപ്പൊ ഇതൊന്ന് ഓർക്കുക. നോർമൽ വാല്യൂ 12.5 അതിന് മുകളിലോ ആണെങ്കിൽ നോർമൽ ആണ്. 11.5 to 12.4 എന്ന് പറഞ്ഞാൽ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്താണ്? മോഡറേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്.
ലെസ് ദാൻ 11.5 എന്നുള്ളത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. സ്കിൻ ഫോൾഡ് തിക്നെസ് മെഷർമെന്റ് ഈസ് റിലയബിൾ, ചീപ്പ്, സിമ്പിൾ, നോൺ ഇൻവേസീവ് മെത്തേഡ് ഓഫ് ബോഡി ഫാറ്റ് എസ്റ്റിമേഷൻ അറ്റ് ഓൾ ഏജസ് ഇൻക്ലൂഡിംഗ് ദ ന്യൂ ബോൺ പീരീഡ്. ഇറ്റ് മെഷേഴ്സ് ദ തിക്നെസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റിന്റെ തിക്നെസ് ആണ് നോക്കുന്നത്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അറ്റ് വേരിയസ് സൈഡ്സ് ഓഫ് ദ ബോഡി ഫ്രം വിച്ച് ദ ടോട്ടൽ ബോഡി ഫാറ്റ് ആൻഡ് ഹെൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ടു ബോഡി മാസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. അപ്പോൾ നമുക്ക് വേറെ ഒന്ന് നമുക്ക് BMI കാണാം. BMI ബേസൽ മെറ്റബോളിക് ഇൻഡെക്സ്. BMI നമുക്ക് ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, വെയിറ്റ് ഇൻ കിലോഗ്രാം, വെയിറ്റ് ഇൻ കിലോഗ്രാം, വെയിറ്റ് ഇൻ kg ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. സോ വെയിറ്റ് ഇൻ കിലോഗ്രാം, weight in kg by height in meter square. So that is BMI, weight in kilogram by height in meter square. ഇനി ഈ ഒരു ടേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്കിൻ ഫോൾഡ് തിക്നെസ് അളക്കാനുള്ളത്, ദാറ്റ് ഈസ് ഹർപ്പൻഡൻ സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്ന് പറയുന്നത്. ഈ സ്കിൻ ഫോൾഡ് കണ്ടില്ലേ, ഇങ്ങനെ സ്കിൻ ഫോൾഡ് തിക്നെസ് നമുക്ക് മെഷർ ചെയ്യാറുണ്ട്. അതിൻ്റെ പേരാണ് ഹർപ്പൻഡൻ സ്കിൻ ഫോൾഡ് കാലിപ്പർ, ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ഫോർ യൂസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ സ്കിൻ ഫോൾഡ് തിക്നെസ്. അപ്പൊ പേര് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആന്ത്രപ്പോമെട്രിക് മെഷർമെന്റ് ആദ്യം ഹെഡ് സർക്കംഫറൻസ് നോക്കും. ഹെഡ് സർക്കംഫറൻസ് നമുക്കറിയാം ഗ്ലബെല്ല, ഫ്രണ്ടില് ഗ്ലബെല്ലയുണ്ട്, കുഞ്ഞിന്റെ തലയാന്ന് വിചാരിക്കുക. അപ്പം ഈ ഫ്രണ്ടിലായിട്ട് ഈ ഗ്ലബെല്ലയുടെ നെറ്റിയുടെ ഭാഗത്ത് ഗ്ലബെല്ലയുണ്ട്. അപ്പൊ ഗ്ലബെല്ല മുതൽ ഈ ഓക്സിപിറ്റൽ, പുറകിലാണ് ഓക്സിപിറ്റ് അല്ലെ, ഓക്സിപുറ്റ്, പുറകിലുള്ള ഈ ഏരിയ ഫുള്ള് നമ്മളിങ്ങനെ വട്ടത്തിൽ നോക്കും കുഞ്ഞിന്റെ. That is head circumference, that is 33 to 35 centimeter normal at birth. അപ്പോൾ ചെസ്റ്റ് സർക്കംഫറൻസ് നോക്കുന്നത് നമ്മൾ നിപ്പിളിന്റെ ഭാഗത്താണ് നമ്മൾ സിഫിസ്റ്റേണത്തിന്റെ ഭാഗത്തായിട്ട് നിപ്പിളിന്റെ ഏരിയയിലാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ കടത്തി നോക്കും, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എണീച്ചിരുത്തി നോക്കാം. അപ്പോൾ അത് 31 to 33 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് നോർമൽ അറ്റ് ബർത്ത് കേട്ടോ. അപ്പോൾ ഗ്ലബെല്ല മുതൽ ഓക്സിപിറ്റ് വരെ നമ്മൾ ഹെഡ് സർക്കംഫറൻസ് നോക്കും. 33 to 35 സെന്റിമീറ്റർ നോർമലാണ്. ചെസ്റ്റിലാണെങ്കിൽ 31 to 33 സെന്റിമീറ്റർ നോർമലാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ കടത്തി നോക്കും, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എണീറ്റിരുത്തി നോക്കാം. അപ്പോൾ 1 വയസ്സ് 9 months to 1 year ആകുമ്പോൾ ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും ഈക്വൽ ആകും. അപ്പോൾ ഈക്വൽ ആകുന്ന എപ്പോഴാണെന്ന് ചോദിക്കാം, 1 yearലാണ്. അതിനുശേഷം ചെസ്റ്റിന്റെ സൈസ് കൂടിക്കൂടി വരും. അതിനുശേഷം ചെസ്റ്റിന്റെ സൈസ് കൂടിക്കൂടി വരുന്നതാണ്. അപ്പോൾ സ്കിൻ ഫോൾഡ് മെഷർമെന്റ് നമ്മൾ നോക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഹർപ്പൻഡൻ സ്കിൻ ഫോൾഡ് കാലിപ്പർ. ഇനി വിറ്റാമിൻ എയുടെ മറ്റൊരു പേരാണ് റെറ്റിനോൾ. ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്താണ്, ഈ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടുന്നതാണ്. അത് ആന്റി ഇൻഫെക്റ്റീവ് വിറ്റാമിൻ ആണ്. അതുപോലെ വിഷൻ ഇംപ്രൂവ് ചെയ്യുന്ന വിറ്റാമിൻ ആണ്. അതുപോലെ സ്കിൻ ക്യാൻസർ തടയുന്നു, എപ്പിത്തീലിയൽ ക്യാൻസർ തടയുന്നു വിറ്റാമിൻ എ. സോ ദാറ്റ് ഈസ് റെറ്റിനോൾ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഫിഷ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ഉള്ളത്. ഫിഷ് ലിവർ ഓയിലാണ്. വിറ്റാമിൻ എയും ഡിയും കൂടെ ഏറ്റവും കൂടുതലുള്ളത് കോഡ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എയും ഡിയും ഉള്ളത്. വിറ്റാമിൻ എ ബീറ്റ കരോട്ടിൻ എന്നറിയപ്പെടുന്നു. വിറ്റാമിൻ എ ബീറ്റ കരോട്ടിൻ എന്നറിയപ്പെടുന്നു. ഫിഷ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇത് കുറഞ്ഞു വന്നാൽ എന്തൊക്കെ അസുഖം ഉണ്ടാകുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ കൺജക്റ്റൈവൽ സ്ക്ലെറോസിസ്, ഒരു ഡ്രൈനസ് പോലെ വരാം. അതുപോലെ ബിറ്റോട്ട് സ്പോട്ട്, വാട്ട് ഈസ് ദാറ്റ്? വൈറ്റ് യെല്ലോ സ്പോട്ട് ഓവർ കൺജക്റ്റൈവ, നമ്മുടെ വെള്ളയുടെ ഭാഗത്ത്. സോ ദാറ്റ് ഈസ് ബിറ്റോട്ട് സ്പോട്ട്. ഇപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോസിസ്, കൺജക്റ്റൈവൽ സെറോസിസ് ആൻഡ് ബിറ്റോട്ട് സ്പോട്ട്സ് സീൻ ഇൻ ദ റെറ്റിനോൾ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി. ഇനി കെരാറ്റോ മലേഷ്യ എന്ന അസുഖം വരാറുണ്ട്. കെരാറ്റോ മലേഷ്യ എന്നൊരു അസുഖം വരാറുണ്ട്. അത് സോഫ്റ്റനിങ് ഓഫ് ദ കോർണിയാണ്. സോഫ്റ്റനിങ് ഓഫ് കോർണിയ ദാറ്റ് ഈസ് കെരാറ്റോ മലേഷ്യ. അപ്പോൾ വിറ്റാമിൻ എ ഡെയിലി റിക്വയർമെന്റ് നമുക്ക് സാധാരണ ഒരാൾക്ക് 600 µg, കോമൺ മാനിന് 600 µg വേണം. അപ്പോൾ ലാക്റ്റേറ്റിംഗ് ആണെങ്കിൽ 950
µ ഗ്രാം വേണം. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എ റെറ്റിനോൾ ആണ്, വിഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, സ്കിന്നിന് ക്യാൻസർ കുറയ്ക്കുന്നു. ഫിഷ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. വിറ്റാമിൻ എയും ഡിയും കാണുന്നത് കോഡ് ലിവർ ഓയിലാണ്. നൈറ്റ് ബ്ലൈൻഡ്നസ്, സെറോസിസ്, ബിറ്റോട്ട് സ്പോട്സ് ഉണ്ടാകുന്നു, അസുഖം ഉണ്ടാകുന്നു. ബിറ്റോട്ട് സ്പോട്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് യെല്ലോ കൺജക്റ്റീവ് ആണ്. കെരാറ്റോമലീഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് ദ കോർണിയാണ്. നോർമലി നമുക്കൊരു 600 µ ഗ്രാം പെർ ഡേ വേണം. ലാക്ടേറ്റിംഗ് വുമൺ ആണെങ്കിൽ 950 µ ഗ്രാം പെർ ഡേ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾ പഴയ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും കാണുക. നമ്മളെ ന്യൂട്രീഷൻ ചെറിയൊരു പാർട്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. പഴയ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും കാണുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.